നമസ്കാരം. നമ്മളിപ്പോൾ പവനമുക്താസന സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാദം കഴിഞ്ഞു, മുട്ടും ഇടുപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ നട്ടലും അതായത് മുതുക് ഭാഗവും ഇടുപ്പിനുമായിട്ടുള്ള ചലനങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. അപ്പോൾ ഇടുപ്പ് എന്ന് പറയുന്നത്, നട്ടൽ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ സ്പൈൻ, അതായത് നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ ഒരു വീടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ നട്ടൽ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഭൂരിഭാഗം വേദനകളും അതുപോലെ ക്ഷീണവും എല്ലാം ഈ സ്പൈനൽ കോഡിനെ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സ്ട്രെച്ചിങ് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 2 പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, നമുക്ക് നട്ടലിന് സിവിയറായിട്ട് ബാക്ക് പെയിൻ ഉള്ളവർ, IVDP ഡിസ്ക് പ്രൊലാപ്സ് അങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവർ, അല്ലെങ്കിൽ നമുക്ക് വയറിന് റീസെൻ്റായിട്ട് സർജറി ചെയ്തവർ, അങ്ങനെ ഹെർണിയ അതായത് നമ്മളുടെ അംബ്ലിക്കൽ ഹെർണിയ പോലെയുള്ള, കാരണം വയറിന് അധികം പ്രഷർ കൊടുക്കാൻ പാടില്ലാത്ത അവസ്ഥ, അവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. ഗർഭിണികൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. കാലിൻ്റെ അകലം, 2 കാലും തമ്മിലൊന്ന് അകലം ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. കാരണം വയറുള്ളത് കൊണ്ട് നമുക്കൊരു സ്പേസ് കൊടുക്കണം. അപ്പോൾ 2 കാലും ഒന്ന് അകറ്റി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണങ്ങളുടെ കൂടെ എനിക്ക് 2-3 കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കൊണ്ടുണ്ടാകുന്ന നടുവേദന, ഒരു രാവിലെ എണീക്കുമ്പം തന്നെ ഒരു ഫെറ്റീഗ് എന്ന് പറയും, നമുക്കൊരു തളർച്ച അല്ലെങ്കിൽ ഒന്നിനോട് ഒരു താല്പര്യക്കുറവ്, അങ്ങനെയുള്ളൊരവസ്ഥ, ശരീരത്തിന് ഒരു ഉന്മേഷക്കുറവ്, ഇങ്ങനെയുള്ള അവസ്ഥയ്ക്കൊക്കെ ഇത് വളരെയധികം നല്ല ഉപയോഗപ്പെടുന്ന ഒരു സീരീസാണ് ഇത്. അപ്പോൾ നമുക്കിത് ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് കാലുകൾ 2 നീട്ടിവെച്ച് അകത്തിയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഗർഭിണികൾക്ക് ചെയ്യാം. അപ്പോൾ അവരുടെ വയറിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വലുത് ആണെങ്കിൽ അതിനനുസരിച്ച് കാല് അതിനനുസരിച്ച് അകത്തി വെക്കുക. നോർമലായിട്ടുള്ളവർക്ക് നോർമൽ രീതിയിൽ, ഇപ്പം ഞാൻ അകത്തി വെച്ചിരിക്കുന്ന ഒരു മാറ്റിൻ്റെ അകലമാണ്, ആ അകലത്തിൽ വെക്കുക. മുന്നിൽ കാണുന്ന ഒരു വസ്തുവിലേക്ക് നേരെ നോക്കുക. നടുഭാഗം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി ഇരിക്കണം. എന്നിട്ട് കൈ നീട്ടി എവിടെയാണോ കൈ എത്തുന്നത് അവിടെ പിടിക്കുക. ഇപ്പം എനിക്ക് ടോസിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ടോസിൽ പിടിച്ചു. ഇനി ചിലവർക്ക് ഇവിടെ പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ, എവിടെയാണോ കൈ എത്തുന്നത് അവിടെ നമ്മൾ കൈ പിടിക്കുക. ഇനി വളരെ പതുക്കെ മുട്ട്, വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത്, കൈയിൻ്റെ മുട്ട് വെളിയിലോട്ട് ബെൻഡ് ചെയ്യുക. അപ്പം കൈയിൻ്റെ മുട്ട് ബെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഞാൻ ഫ്രണ്ടിലോട്ട് എന്നെ വലിക്കുന്നത് കണ്ടോ, ഈ വലിവാണ് നമുക്ക് വേണ്ടത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വിടുമ്പോൾ നമ്മൾ കൈമുട്ട് ബെൻഡ് ചെയ്യുക. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിഞ്ഞാൽ മതി. ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്, ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു 10 തവണയെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്ത സീരീസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ടോ ടച്ചിങ് ആണ്. അത് ഗത്യാമക് സീരീസ് എന്ന് പറയും. കൈ 2 ഷോൾഡർ ലെവലിൽ വെച്ച് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാതത്തിൽ തൊടുക. ഓക്കെ, അപ്പം വലത്തെ കൈ എന്ത് ചെയ്യണം, പിന്നിലേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യണം. അപ്പം നന്നായിട്ട് നമ്മളെ ഈ ബോഡിയാണ് ഈ ട്വിസ്റ്റിങ് വരേണ്ടത്. അപ്പം സീരിയസ് ആയിട്ട് ചെയ്യാം. അതുപോലെ നിവർന്ന് വരിക. ലെഫ്റ്റ് സൈഡ് പിടിച്ചതിന് ശേഷം ബോഡി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. സിറ്റ് സ്ട്രെയിറ്റ്. വലത്തെ വശം കണ്ടെങ്കിൽ പിടിക്കുക, നിവർത്തി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇത് നമുക്കൊരു 6 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഈ സീരീസിൽ തന്നെ ഉള്ള ഒരു ആസനയാണ്, ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചക്കി ചലനാസന. കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ മാവാട്ടുന്ന പോലെ നന്നായിട്ട് ഫോർവേഡും ബാക്കിലോട്ട് പോകുമ്പോൾ എത്രത്തോളം പിന്നി പോകുമ്പോൾ അത്രയും നല്ലത്. ഫ്രണ്ടിലോട്ട് വരിക, പിന്നിലേക്ക് പോവുക, ഫ്രണ്ടിലേക്ക് വരിക, പിന്നിലേക്ക് പോവുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബാക്കിലോട്ട് പോവുക, മുന്നിലേക്ക് വരിക, പിന്നിലേക്ക് പോകണം, ഫോർവേഡ്. ഒരു 3 റൗണ്ട് നമ്മൾ ചെയ്തു നിർത്തി. ഇത് 3 ഇടുപ്പും മുതുകു ഭാഗത്തിനുമായിട്ടുള്ള നമ്മളുടെ ആസനമാണ്. അപ്പോൾ റിലാക്സ് ചെയ്ത് കൈ പിന്നിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. അല്പം നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം പരാവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമുക്ക് നിവർന്നിരിക്കാം. അപ്പോൾ നമ്മൾ പവനമുക്താസനയുടെ 3ാമത്തെ സീരീസ് നമ്മൾ ചെയ്തു. അപ്പോൾ സീരീസ് ചെയ്ത് അതിൻ്റെ കൂടെ ചെയ്തവർക്ക് തന്നെ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലേ. മുതുക് ഭാഗവും നമ്മളുടെ വയറും നെഞ്ചുഭാഗവും, അതായത് ഈ ട്രങ്ക് റീജിയൻ മൊത്തത്തിൽ നമ്മൾ ട്വിസ്റ്റിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ
അവിടുത്തെ മാംസപേശികൾക്കുണ്ടാകുന്ന വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, സാരമാക്കണ്ട, റെഗുലറായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റീസെന്റ് സർജറീസ് ചെയ്തവർ ഇത് ഒഴിവാക്കണം. ഗർഭിണികൾക്ക് ചെയ്യാം, കാലുകൾ അകത്തി വെച്ച് ഇത്രയും സ്പീഡിൽ ചെയ്യണം എന്നില്ല. ഗർഭിണികൾ ഇതിൽ ഒഴിവാക്കേണ്ട ഒന്നെന്ന് പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് ട്വിസ്റ്റിങ്ങിൽ ഇത്രയും മാക്സിമം ട്വിസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആ മാക്സിമം ട്വിസ്റ്റിങ് ഒഴിവാക്കുക. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും മാത്രം ചെയ്താൽ മതി. റെഗുലറായിട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.